മാമുക്കോയ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന സിനിമയിലാണ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ സിനിമ നരേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മമ്മൂക്ക സിനിമയിൽ മാത്രമാണ് ഇത്രയും ഹ്യൂമർ സംഭവങ്ങൾ ചെയ്യുന്നത്. വ്യക്തിപരമായി മറ്റ് ചർച്ചകളിലൊക്കെ പുള്ളി ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും. വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ നരേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു. അത് നമുക്ക് പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ലോക സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ഫിലിം പൊട്ടി ഇൻ്റർവെല്ലാവുന്നത്. അത് നമുക്ക് എപ്പോഴും ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ കൂടി സംസാരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മാത്രമല്ല, ആ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഘടന എങ്ങനെയായിരുന്നു, ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ആ കഥ പറയുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി പുള്ളി ആലോചിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഹ്യൂമർ കഥാപാത്രം ചെയ്യുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു സിനിമയുടെ ഒരു ഭാഗമാകുകയും ആ സിനിമ ടോട്ടൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പൊതുവെ പറയാമെന്ന് വെച്ചാൽ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. നമുക്ക് എന്തും സംസാരിക്കാം. അതുപോലെ ഒരുപാട് സജഷൻസ് നമ്മളോട് തിരിച്ചിങ്ങോട്ട് പറയും. അങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മാമുക്ക.